ഞാനിവിടെ നേരത്തെ തന്നെ എൻ്റെ ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കൊക്കെ. ഇനി നോട്ട്ബുക്ക് നമുക്ക് എനിക്ക് പറക്കി വെക്കണം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആദ്യമേ ബാഗിൽ പറക്കി വയ്ക്കാം. അപ്പോൾ എനിക്കൊരു ഫയലും കൂടെ വെക്കാനുണ്ട്. അത് എൻ്റെ ക്യൂൻ്റെ ആക്ടിവിറ്റിയൊക്കെ വെക്കുന്ന ഒരു ഫയലാണ്. അത് ഞാൻ ഈ ഉറയിലൊക്കെയാണ് വയ്ക്കുന്നത്. പിന്നെ ഞാൻ ബുക്കുകളാണ് ഇനി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ വെച്ച് കഴിഞ്ഞു. നമുക്ക് നോട്ട്ബുക്ക് വയ്ക്കാം. അത് ഞാൻ റെഡിയാക്കി വെച്ചില്ല. റെഡിയാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ അടുത്തതായിട്ട് വയ്ക്കുന്ന ഈ ബുക്കാണ്. ഈ ബുക്ക് ഞാൻ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഇപ്പം ഇച്ചിരി കൂടെ പറക്കി വെക്കണമായിരുന്നു. ഞാൻ പറക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇരിക്കുന്ന എൻ്റെ ഡയറിയാണ്. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ റഫ് ബുക്ക്. ന്യൂ റഫ് ബുക്കാണ്. കണ്ടോ? റഫ് ബുക്ക് പൊതുവെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഡയറിയും നമുക്ക് ഇതും കൂടെ എടുത്ത് അതിൽ വയ്ക്കാം. ഓക്കെ, ഞാൻ നിങ്ങളെ ബോക്സ് തുറന്ന് കാണിക്കാം. ഇതാണ് എൻ്റെ ബോക്സ്. അപ്പോൾ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കാതെ വിചാരിച്ച് ഇതെല്ലാം തട്ടിയിട്ടു. നമുക്ക് ഒരു നല്ല വൃത്തിക്ക് വയ്ക്കാം. ഫസ്റ്റ് ഞാൻ വയ്ക്കുന്നത് ഈ സ്കെയിലാണ്. ഇനി ഞാൻ വയ്ക്കുന്നത് ഈ ഒരു നല്ല ക്യൂട്ട് പുച്ചുവിൻ്റെ ഒരു പേനയാണ്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ വയ്ക്കുന്നത് ഒരു സ്കെച്ചാണ്. നെക്സ്റ്റ് ആയിട്ടൊരു ബ്ലൂ പേന ഉണ്ട് എൻ്റെ കയ്യിൽ, അതാണ്. നെക്സ്റ്റ് വയ്ക്കുന്നത് ഒരു പെൻസിലിൻ്റെ ഇടയ്ക്ക് വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് സാധാ പോലെ കട്ടറും റേസറുമാണ് വയ്ക്കുന്നത്. പിന്നെ ഞാനൊരു സ്റ്റാമ്പ് സ്കൂളിൽ നിന്ന് എത്തിയായിരുന്നു, അതാണ് ഞാൻ വയ്ക്കുന്നത്. ഇത്രയുള്ള എൻ്റെ വോയിസ്. നേരത്തെ ഇരുന്ന കണക്കാണ് ഇപ്പോൾ ഇരുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് ഇനി അടച്ച് വയ്ക്കും. ഇതെന്താ നിങ്ങൾ കുറേ ആൾക്കാർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇത് ഞാൻ ഒട്ടിച്ചതാണ്. ഈ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നത് ഇതൊരു റേസറാണ്. ഇതും കൂടെ വയ്ക്കണമെന്ന് മറന്നുപോയി. അപ്പം നമുക്ക് ഇതും കൂടെ വയ്ക്കാം, ബാഗിലോട്ട് വയ്ക്കാം. എൻ്റെ ബാഗ് റെഡി ആയിരിക്കുന്നു.